ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ എക്സാം വിന്നർ ലക്ഷ്യ ബാച്ചിൻ്റെ ബാച്ച് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ്. അപ്പം ബാച്ച് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 5 ബാച്ചുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 5 ബാച്ചുകളിൽ സിലബസൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബാച്ചിന് പഠിച്ചു തുടങ്ങിയ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം 5ാമത്തെ ബാച്ചാണെങ്കിലും 4ാമത്തെ ബാച്ചാണെങ്കിലും അവർ ഒത്തിരി മുന്നിലാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെ ഈ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഇതൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നുണ്ട്, അവരവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അവർ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ കൂടെ എക്സാം എഴുതുമ്പോൾ അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ഓർമ്മ വരുന്നുണ്ടാകും, കാരണം അവർ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. അവർ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ പിക്കപ്പ് ചെയ്യുന്നുണ്ടാകും, കാരണം അവർ കുറേ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. അവർ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എന്ന് ചിന്തിക്കുമ്പോൾ അത് പേടിയില്ലാതെ തന്നെ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ എക്സാം ഹാളിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കുട്ടികൾ എത്തരുത്. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് എത്തുക? നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കും അല്ലേ? ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഓർമ്മ നിൽക്കുമോ? അപ്പോൾ എക്സാം ഹാളിൽ ഞാൻ പഠിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടിയില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പല മക്കളും പറയണത് മിസ്സ് കേട്ടിട്ടുണ്ട്, അതായത് മിസ്സേ എനിക്ക് ചോദ്യം മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ചോദ്യം മനസ്സിലാവുക? പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുമ്പോൾ നിങ്ങളൊരു ലൈവ് ക്ലാസ് ആയിരിക്കും, ഒരു 1 ഷോട്ട് ക്ലാസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലേ? അതിനിടയിൽ അവർ ലൈവിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ എക്സാമിന് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവില്ല. ആപ്ലിക്കേഷൻ ലെവലിലുള്ളതും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, കാരണം നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ പ്രാക്ടീസ് ഒരു ദിവസം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്കത് എഴുതിയൊരു പ്രാക്ടീസ് വരാനുണ്ട് ഇല്ലേ? അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഒന്നും ചെയ്യാതെയും ഒന്നും പഠിക്കാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇനിയെങ്കിലും ഇപ്പോൾ നമ്മുടെ ജൂൺ മാസം കഴിയാറാവാറായിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജൂലൈ ഉണ്ട്, ഒരു ഓഗസ്റ്റ് 10 കൂടിയാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാവും ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫിസിക്സിൽ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, മാത്സിൽ 4 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ 2 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ 2 ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ, ജിയോഗ്രഫിയിൽ 1 ചാപ്റ്റർ. ഓക്കെ, ഇത് ബാച്ച് 2 ആണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബയോളജിയുടെ കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം, ബയോളജിയുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ഓൾറെഡി അവർ കഴിഞ്ഞു. 2 ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് വരെ, അത് കഴിഞ്ഞു. ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കൂടുതലായിരിക്കും. ആൻഡ് ബാച്ച് 2ൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിൽ 3 ചാപ്റ്റർ, മാത്സിൽ 4 ചാപ്റ്റർ, ബയോളജിയിൽ 2 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ, ഹിസ്റ്ററിയിൽ 3 ചാപ്റ്റർ, ജിയോഗ്രഫിയിൽ 1 ചാപ്റ്റർ. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഏകദേശം പാരലൽ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് ഒരു റോഡ് മാപ്പ് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ആ റോഡ് മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും ഒരേപോലെ എത്തും അവസാനം. എന്തായാലും 2ാമത്തെ 3ാമത്തെ ബാച്ചിൽ ചെയ്യുന്ന മക്കൾ കുറച്ചധികം പഠിക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ബാച്ച് 2ഉം ബാച്ച് 3യും ഏകദേശം ഒരേപോലെ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ? അവർ എഫേർട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ബാച്ച് 3 നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിൽ 3 ചാപ്റ്റർ, മാത്സിൽ 4 ചാപ്റ്റർ, ബയോളജിയിൽ 2 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ, ഹിസ്റ്ററിയിൽ 2 ചാപ്റ്റർ, ജിയോഗ്രഫിയിൽ 2 ചാപ്റ്റർ. ഈ ചാപ്റ്റേഴ്സൊക്കെ ഓൺ ഗോയിങ്ങുമാണ്. ക്ലാസ്സുകൾ കണ്ടു, ക്വസ്റ്റ്യൻസ് ചെയ്തു, വർക്ക്ഷീറ്റ് ചെയ്തു, സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്തു, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. റെഡി? ഇനി 4ാമത്തെ ചാപ്റ്ററിൽ ഫിസിക്സിൽ 2, മാത്സിൽ 2, ബയോളജിയിൽ 1, നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻ ഓൺ ഗോയിങ് ആണ്. കെമിസ്ട്രിയിൽ 1, ഹിസ്റ്ററിയിൽ 1, ജിയോഗ്രഫിയിൽ ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഇനി 5ാമത്തെ ബാച്ചിൽ ഫിസിക്സിൽ 2 ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. 5ാമത്തെ ബാച്ച് ഏറ്റവും ലാസ്റ്റ് ബാച്ചാണ്. മാത്സിൽ 2 ചാപ്റ്റർ, ബയോളജിയിൽ 1 ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഓൺ ഗോയിങ് ആണ്. കെമിസ്ട്രിയിൽ 1 ചാപ്റ്റർ ഓൺ ഗോയിങ് ആണ്. ഹിസ്റ്ററിയിൽ 2 എണ്ണം, ജിയോഗ്രഫിയിൽ 1 ചാപ്റ്റർ ഓൺ ഗോയിങ് ആണ്. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയണത്? അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്താൻ പോകുന്ന ഒരു അബദ്ധം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇനിയെങ്കിലും മിസ്സിൻ്റെ റിക്വസ്റ്റാണ്. കാരണം എക്സാം ആവുന്ന സമയത്ത് മിസ്സേ ഇനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ, ഇനി പഠിച്ചാൽ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ, ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ, പഠിച്ചിട്ട് മിസ്സേ ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നു പോകുന്നു,
പഠിച്ചിട്ട് എഴുതാൻ കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ടെൻഷനാവുന്നു. ഇതൊന്നും എൻ്റെ കുട്ടികൾ പറയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തട്ടെ, നിങ്ങൾക്ക് പറയാനുള്ളൊരു ചാൻസ് ഉണ്ടാവാതിരിക്കട്ടെ. അതിനുകൂടി വേണ്ടിയിട്ടാണ് മിസ് പറയണത്. നിങ്ങൾ എവിടുന്നെങ്കിലും പഠിച്ചു തുടങ്ങുക. അത് എക്സാമിനറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, ലെറ്റേഴ്സ് എസ്എസ്, PYQ, സാമ്പിൾ പേപ്പർ, ചാപ്റ്റർ വൈസ് എക്സാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ പ്ലസ് ബാച്ച് ആണെങ്കിൽ ഫുൾ ബുക്ക് സെറ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക് പ്ലസ് റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അപ്പം നിങ്ങൾ പറയണത് ഇത് തന്നെ ലക്ഷ്യ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊന്നല്ല. നിങ്ങൾക്ക് എവിടുന്നായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എത്ര വൃത്തിയായിട്ട് മനസ്സിലാവുന്നു, നിങ്ങൾക്ക് എവിടുന്നൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നു, എല്ലാ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും കിട്ടുന്നു, എവിടുന്ന് നിങ്ങൾക്ക് നല്ലപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നു, അവിടെ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ എക്സാമിനറുടെ ലക്ഷ്യ ബാച്ചിലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നമ്മുടെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. മിസ്സും അലക്സ് സാറും അലൻ സാറും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓണം എക്സാം വന്നാലും, ക്രിസ്മസ് എക്സാം വന്നാലും, മോഡൽ എക്സാം വന്നാലും, പബ്ലിക് എക്സാം വന്നാലും എക്സാമിനെ പേടിയില്ലാതെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി ആൻസർ എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. എക്സാമിനറിന് ഇവിടെ പഠിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.